മലയാളത്തിലെ സ്റ്റൈലിഷ് സംവിധായകൻ ആരെന്ന ചോദ്യത്തിന് അമൽ നീരദ് എന്നായിരിക്കും പലരുടെയും ഉത്തരം. ബിഗ് ബി, ബാച്ചിലർ പാർട്ടി, സാഗർ ഇലിയാസ് ജാക്കി, ഭരതൻ, ഇയോബിന്റെ പുസ്തകം എന്നീ സിനിമകളിലൂടെ അമൽ നീരദ് തെളിയിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ വരുന്ന ഓരോ കഥാപാത്രത്തെയും എത്രത്തോളം മികച്ചതായി അവതരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അമൽ ശ്രമിക്കാറുമുണ്ട്. ഇപ്പോൾ ഇത് മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി അമൽ സിനിമ ചെയ്യുന്നുവെന്നാണ് റൂമറുകൾ. മലയാളത്തിലെ 3 സൂപ്പർ താരങ്ങളെ അമലിന്റെ സംവിധാനത്തിൽ ഒരു ഫ്രെയിമിൽ കാണാൻ സാധിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല. കേരളത്തിൽ ഏറ്റവും ആരാധകരുള്ള കൊറിയൻ ചിത്രം ദി ഗാങ്സ്റ്റർ, ദി കോപ്പ്, ദി ഡേവിഡിന്റെ റീമേക്കാകും അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന റൂമറുകളുണ്ട്. കൊറിയൻ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന മഡോങ് ഡിയോക് പ്രധാന കഥാപാത്രത്തിലെത്തിയ ചിത്രം കൊറിയയിൽ വൻ വിജയമായിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ചിത്രത്തിന് കേരളത്തിൽ ആരാധകരുണ്ടായി. റൂമറുകളെല്ലാം സത്യമാണെങ്കിൽ ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയും ചിത്രത്തിലുണ്ടാകും. നിലവിൽ കുഞ്ചാക്കോ ബോബനെ നായകനാക്കിയുള്ള ബോഗാൻ വില്ലയാണ് അമൽ നീരദിന്റെ പുതിയ ചിത്രം. ജ്യോതിർമയി, ഫഹദ് ഫാസിൽ, ഷർഫുദ്ദീൻ, വീണ നന്ദകുമാർ എന്നിവരും ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ട്. അതേസമയം മോഹൻലാൽ നായകനാവുന്ന എമ്പുരാന്റെ സംവിധാന തിരക്കിലാണ് പൃഥ്വിരാജ്. ഇപ്പോൾ 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ 2ന്റെ അവസാനഘട്ട ചിത്രണത്തിലാണ് ഫഹദും. അല്ലു അർജുന്റെ വില്ലനായ ബൻവാർ സിംഗ് ചെക്കാവത്ത് എന്ന കഥാപാത്രത്തെയാണ് ഫഹദ് അവതരിപ്പിക്കുന്നത്.